കരുനാഗപ്പള്ളി താച്ചയിൽ മുക്കിൽ വധശ്രമ കേസ് പ്രതിയെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. കരുനാഗപ്പള്ളിയിൽ താച്ചയിൽ മുക്കിൽ സന്തോഷാണ് കൊല്ലപ്പെട്ടത്. കൊല്ലം ഓച്ചിറ വവ്വാക്കാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ അനീറിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരമണിക്കൂറിന്റെ വ്യത്യാസത്തിലാണ് രണ്ട് സംഭവങ്ങളും. കണ്ണനാർ വിശദാംശങ്ങളുമായി ചേരുന്നു. കണ്ണനാർ, ഈ രണ്ട് സംഭവങ്ങളുടെയും കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, ഇന്ന് രാവിലെ പുലർച്ചെ ഏതാണ്ട് 2:15 കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സന്തോഷിന്റെ വീട്ടിൽ സംഭവം ഉണ്ടാകുന്നത്. സന്തോഷ് നേരത്തെ ഒരു കൊലപാതക കേസിൽ പ്രതിയാണ്. 2024 നവംബർ 13 പങ്കജ് എന്ന് പറയുന്ന ഒരു ആളിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് സന്തോഷ് ജയിലിൽ നിന്നിറങ്ങിയത്. ആ ഒരു കുടിപ്പകയാണോ ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന് കാരണമെന്നുള്ളതാണ് സംശയം. ആദ്യം ഈ അക്രമികൾ ഇവിടേക്ക് എത്തി. 5-അംഗ സംഘമാണ് എത്തിയത്. ഒരു വെള്ള നിറത്തിലുള്ള കാറിലാണ് ഇവർ എത്തിയതെന്നാണ് പറയുന്നത്. അവർ ആദ്യം ഇവിടെ ഈ വീട്ടിലേക്ക് എത്തി അവിടെ ബോംബ് എറിഞ്ഞു. അതിനുശേഷം ഒരു വാതിൽ ചവിട്ടി തുറന്നു. ആ മുറിയിലുണ്ടായിരുന്ന സന്തോഷിൻ്റെ അമ്മ മാത്രമായിരുന്നു. പിന്നീട് അടുത്ത വാതിൽ ഇവർ ചവിട്ടി തകർത്തു. ആ മുറിയിൽ സന്തോഷ് ഉണ്ടായിരുന്നു. സന്തോഷിൻ്റെ കാലിൽ വലിയ കൂട ഉപയോഗിച്ച്, അതായത് വലിയ ചുറ്റിക ഉപയോഗിച്ച് കാല് തകർക്കുകയായിരുന്നു. അതിനുശേഷമാണ് കൈക്ക് വെട്ടിയത്. ഗുരുതരമായി പരിക്കേൽപ്പിച്ച ശേഷം ഈ അക്രമികൾ ഇവിടെ നിന്ന് കടന്നു പോവുകയായിരുന്നു. പിന്നീട് സന്തോഷ് ഒരു സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് ഇവിടേക്ക് വരുത്തുകയാണ്. പക്ഷേ അപ്പോഴേക്കും ഈ രക്തം കുറേയേറെ വാർന്നു പോയിരുന്നു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് സന്തോഷിനെ എത്തിച്ചു. അവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. അതിനുശേഷം ഏതാണ്ട് അരമണിക്കൂറിന് ശേഷമാണ് വവ്വാക്കാവ്, അതായത് ഓച്ചിറ സ്റ്റേഷൻ പരിധിയിലാണ് വവ്വാക്കാവിൽ ജംഗ്ഷന് സമീപത്തുള്ള ഒരു കടയ്ക്ക് മുന്നിൽ വെച്ചാണ് അനീർ എന്ന് പറയുന്ന യുവാവിന് വെട്ടേറ്റത്. പക്ഷേ ഈ സന്തോഷും അനീറും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. പോലീസ് ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. രണ്ട് സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇപ്പോൾ അനീറിനെ ആലപ്പുഴ ആൾക്കാരെ പറ്റി എന്തെങ്കിലും സൂചനയോ മറ്റോ ലഭ്യമായിട്ടുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത് ഈ ഘട്ടത്തിൽ? ഈ രണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരേ സംഘം തന്നെയാണ് ആക്രമണം നടത്തിയതെന്നുള്ള ഒരു സംശയമാണ് പോലീസിനുള്ളത്. എന്നാൽ ഇതുവരെ പോലീസ് അക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കാര്യം ഒരേ നിറത്തിലുള്ള കാറിലാണ് അക്രമികൾ എത്തിയിട്ടുള്ളത്. പക്ഷേ ആ വാഹനത്തിൻ്റെ നമ്പർ വ്യാജമാണ് എന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. ആദ്യം ഈ സന്തോഷിൻ്റെ വീട്ടിലേക്ക് എത്തി. സന്തോഷിൻ്റെ വീട്ടിൽ CCTV ക്യാമറയുണ്ട്. ആ CCTV ക്യാമറയുടെ ദൃശ്യങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടിയാകാം ആദ്യം ഇവിടെ ഈ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. അതിനുശേഷമാണ് അക്രമികൾ വീടിനുള്ളിലേക്ക് കടന്നത്. ആദ്യം അമ്മയുടെ മുറിയാണ് ചവിട്ടി തുറന്നത്. അമ്മ നിലവിളിച്ചതോടുകൂടി അമ്മയെ ആക്രമിക്കാതെ നേരെ അടുത്ത മുറി ചവിട്ടി തുറക്കുകയായിരുന്നു. പിന്നീട് വലിയ കൂട ഉപയോഗിച്ച് ഈ സന്തോഷിന്റെ കാല്, ആ ഫോട്ടോയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, കാല് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അങ്ങനെ രക്തം വാർന്നാണ് സന്തോഷ് മരിച്ചത്. നേരത്തെ ഉണ്ടായ കൊലപാതക ശ്രമത്തിന്റെ ബാക്കി പത്രമാണോ ഇതെന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. നേരത്തെ ഒരു തവണ സന്തോഷിന് മാരകമായി വെട്ടേറ്റിരുന്നു. അത് പങ്കജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വെട്ടിയതെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അയാളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ്. അയാളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാകാം ഈ ആക്രമണം നടത്തിയെന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവനി അടക്കമുള്ള ആൾക്കാർ സന്തോഷിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. നേരത്തെ കരുനാഗപ്പള്ളി ACP നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പ്രതികരിച്ചത് ഇത് സംബന്ധിച്ചപ്പോൾ വ്യക്തമായ ഒരു വിവരം നൽകാൻ സാധിക്കുന്നില്ല. എന്താണ് ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല. പോലീസ് അന്വേഷണം നടത്തുകയാണ്. അക്രമികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം നടത്തുകയാണ്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആൾക്കാർ കരുനാഗപ്പള്ളിയിൽ ക്യാമ്പ് ചെയ്യുകയാണ്.